വടാട്ടുപാറയിൽ കുരങ്ങുകൾ കൂട്ടമായി എത്തി വീടിനുള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. പലവൻപടിക്ക് സമീപം KS ശ്രീകുമാറിന്റെ വീട്ടിലാണ് കുരങ്ങുകൾ കൂട്ടമായി എത്തി നാശം വിതച്ചത്. കാട്ടാനകൾ മൂലം നേരിട്ടിരുന്ന നാശനഷ്ടങ്ങൾക്കും പുറമെ ഇപ്പോൾ കുരങ്ങുകളുടെ ആക്രമണവും നേരിടുകയാണ് വനാതിർത്തിയിൽ താമസിക്കുന്നവർ. വടാട്ടുപാറ പലവൻപടി കോപ്പാറ തെക്കേതിൽ KS ശ്രീകുമാറിന്റെ വീട്ടിലാണ് വനത്തിൽ നിന്നും കുരങ്ങുകളെത്തി നാശനഷ്ടം വരുത്തിയത്. 10ഓളം കുരങ്ങുകളടങ്ങുന്ന കൂട്ടം രാവിലെ 8 മണിയോടെ പരിസരത്തെത്തുകയും ശ്രീകുമാറിന്റെ വീടിന്റെ 2ാം നിലയുടെ ഉള്ളിൽ പ്രവേശിക്കുകയുമായിരുന്നു. മുറിക്കുള്ളിലെ ജിപ്സം കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര തകർത്തു. തുടർന്ന് വിലപിടിപ്പുള്ള പല ഇലക്ട്രോണിക് വസ്തുക്കളും നശിപ്പിച്ചു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. സംഭവ സമയത്ത് ശ്രീകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും യാതൊരു ഭയവുമില്ലാതെയാണ് കുരങ്ങുകൾ വീടിനുള്ളിൽ കയറി നാശനഷ്ടം വരുത്തിയത്. വീട്ടുകാർ കുരങ്ങുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് ഇവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ വിളിച്ചറിയിച്ച ശേഷം ഏറെ നേരം കഴിഞ്ഞാണ് സംഭവസ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നും കുരങ്ങുകളെ എവിടെ നിന്നും ഓടിക്കാൻ ആവശ്യമായ നടപടി ഒന്നും തന്നെ അധികൃതർ കൈക്കൊണ്ടില്ല എന്നും ശ്രീകുമാറിന്റെ ഭാര്യ ആരോപിക്കുന്നു. രാവിലെ ഒരു 8 മണിക്ക് വന്നതാണ്. കുറേ നഷ്ടം ഉണ്ടാക്കി. മേളിൽ എണ്ണ ഇല്ല, ഒത്തിരി എണ്ണ ഉണ്ട്. ബൾക്കായിരുന്നു കുരങ്ങന്മാർ. അപ്പം പലതവണ ഉണ്ടായി. 3 മാസം മുന്നേ ഇങ്ങനെ ഉണ്ടായതായിരുന്നു. അപ്പം പറഞ്ഞാൽ ഫോറസ്റ്റിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഇങ്ങനെ ആവർത്തിക്കുക. കുരങ്ങന്മാർ ഇന്ന് സ്ഥിരമായിട്ടുണ്ട് ഇവിടെ. സ്പീക്കറൊക്കെ നശിപ്പിച്ച്, മറ്റേ ഓഡിയോ പ്ലെയർ നശിപ്പിച്ച്, പിന്നെ മറ്റേ മൈക്ക് നശിപ്പിച്ച് കുറേ പോയിട്ടുണ്ട്. അതേസമയം വിവരമറിഞ്ഞ ഉടൻ തന്നെ തങ്ങൾ സംഭവസ്ഥലത്ത് എത്തിയിരുന്നുവെന്നും കാർബൈഡ് ഉപയോഗിച്ചുള്ള ഉപകരണം പ്രയോഗിച്ച് ശബ്ദമുണ്ടാക്കി കുരങ്ങുകളെ തുരത്താൻ ശ്രമിച്ചുവെന്നും ശബ്ദം കേട്ടിട്ടും കുരങ്ങുകൾ ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 3 മാസം മുൻപും ഇവിടെ കുരങ്ങു ശല്യം കലശലായി മാറിയിരുന്നു. ഇപ്പോൾ ശല്യം പതിവായതായും കൂട്ടമായി എത്തുന്ന ഇവ കൃഷിവിളകൾക്ക് നാശം വരുത്തുകയാണെന്നും നാട്ടുകാർ പറയുന്നു. കുരങ്ങു ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.